സ്കൂൾ കലോത്സവ മൂല്യനിർണ്ണയത്തിൽ സർക്കാരിന് രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. വിധികർത്താക്കളുടെ പശ്ചാത്തലം കൃത്യമായി പരിശോധിക്കാതെയാണ് നിയമനമെന്ന് ഹൈക്കോടതി. അതേസമയം സ്കൂൾ കലോത്സവ പരാതികൾ പരിഗണിക്കാൻ പ്രത്യേക ട്രൈബ്യൂണൽ സ്ഥാപിക്കണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയും IAS ഉദ്യോഗസ്ഥനും ഉൾപ്പെടുന്ന 3-അംഗ ട്രിബ്യൂണലിനെ നിയോഗിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഈ കലോത്സവം നാളെ ആരംഭിക്കാനിരിക്കുന്നു. അപ്പോഴാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിധി കോടതിയിൽ നിന്നും വരുന്നത്. സ്കൂൾ കലോത്സവ മൂല്യനിർണ്ണയത്തിൽ സർക്കാരിന് രൂക്ഷ വിമർശനമാണ് കോടതി നൽകുന്നത്. വിധികർത്താക്കളുടെ പശ്ചാത്തലം കൃത്യമായി പരിശോധിക്കാതെ ഇത് നടക്കുന്നുവെന്ന് ഹൈക്കോടതി കണ്ടെത്തുന്നു. അതിനൊരു പ്രത്യേക ട്രിബ്യൂണൽ വേണമെന്നും കോടതി നിർദ്ദേശിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ രേഷ്മ. വിനോദ്, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മത്സരിക്കാനായിട്ട് കുച്ചിപ്പുടി മത്സരാർത്ഥിക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള ഹർജിയിലാണ് ഹൈക്കോടതി സർക്കാരിന് നേരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. വിധികർത്താക്കളുടെ പശ്ചാത്തലം കൃത്യമായിട്ട് പരിശോധിക്കാതെയാണ് പല നിയമനങ്ങളും നടത്തുന്നതെന്നാണ് ഹൈക്കോടതിയുടെ പരാമർശം. സ്കൂൾ കലോത്സവ മൂല്യനിർണ്ണയത്തിലെമ്പാടും ഒരു ദുർഗന്ധം, അതായത് അതൊരു പ്രതീകാത്മകമായിട്ടാണ് ഹൈക്കോടതി അത്തരമൊരു പരാമർശം നടത്തിയിട്ടുള്ളത്. കലോത്സവ മൂല്യനിർണ്ണയത്തിന്റെ പേരുകൾ തേടിപ്പോയാൽ അത്തരത്തിലുള്ള ഒരു തെറ്റായ രീതികൾ ഈ മൂല്യനിർണ്ണയത്തിലടക്കം ഉണ്ട് എന്ന് വ്യക്തമാകുമെന്നാണ് സിംഗിൾ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ വിധികർത്താക്കളുടെ പശ്ചാത്തലം കൃത്യമായിട്ട് പരിശോധിച്ച് വേണം നിയമനം നടത്താനെന്നും ഹൈക്കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, ഈ കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ അത് കൂടുതലായിട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഹൈക്കോടതിയുടെ വിലപ്പെട്ട സമയം അതിനു വേണ്ടിയിട്ട് ചെലവഴിക്കാൻ സാധിക്കില്ല. ആ ഒരു സാഹചര്യത്തിൽ ഈ മൂല്യനിർണ്ണയ പ്രശ്നം അതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ പരിഹരിക്കാനായിട്ട് പ്രത്യേക ട്രിബ്യൂണൽ അനിവാര്യമെന്നാണ് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒന്നുകിൽ ട്രിബ്യൂണലോ അതുമല്ലെങ്കിൽ ഒരു ഓംബുഡ്സ്മാനോ ഈ രീതിയിലുള്ള ഒരു സംവിധാനം വേണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ ചില രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങൾ കൂടി ഹൈക്കോടതി നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ട്രിബ്യൂണൽ സ്ഥാപിക്കുന്ന സമയത്ത് വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയും IAS ഉദ്യോഗസ്ഥനും ഉൾപ്പെടുന്ന ഒരു 3-അംഗ ട്രിബ്യൂണലിനെ ഇതിനു വേണ്ടിയിട്ട് നിയോഗിക്കാമെന്നാണ് ഹൈക്കോടതി സർക്കാരിനോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ട്രിബ്യൂണൽ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു മറുപടി സംസ്ഥാന സർക്കാർ നൽകണമെന്നുള്ള നിലപാട് കൂടി ഹൈക്കോടതി ഇന്ന് സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും പരാതികൾ ഈ സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന സാഹചര്യത്തിലാണ് ഒരു പ്രത്യേക ട്രിബ്യൂണൽ തന്നെ ഇതിനു വേണ്ടി സ്ഥാപിക്കണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തിയത്. 3-അംഗ ട്രിബ്യൂണൽ ആയിരിക്കണം. അതിൽ വിരമിച്ച ഒരു ഹൈക്കോടതി ജഡ്ജിയും IAS ഉദ്യോഗസ്ഥനെ ഉൾപ്പെടുത്തിക്കൊണ്ട് അത്തരമൊരു അങ്ങനെ ഒരു നിയമനം അല്ലെങ്കിൽ ട്രിബ്യൂണൽ സ്ഥാപിക്കാമെന്നാണ് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഒരു മറുപടി അറിയിക്കാനാണ് സംസ്ഥാന സർക്കാരിന് നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും വിധികർത്താക്കളുടെ പശ്ചാത്തലം പരിശോധിക്കാതെയാണ് സംസ്ഥാന സർക്കാർ കലോത്സവത്തിന് ജഡ്ജസിനെ നിയോഗിക്കുന്നത് എന്നുള്ള വിമർശനമാണ് ഈ ഘട്ടത്തിൽ ഹൈക്കോടതിയിൽ നിന്നും ഉത്തരവിലൂടെ പുറത്തു വരുന്നത്. എന്തായാലും കുച്ചിപ്പുടി മത്സരാർത്ഥിക്ക് നിലവിൽ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മത്സരിക്കാനായിട്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അനുമതി നൽകിയിട്ടുണ്ട്. അതാണ് സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതി സർക്കാരിന് മേൽ ചൊരിയുന്നത്. വിധികർത്താക്കളെ നിർണ്ണയിക്കുന്നതിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ വേണം. ഇത്തരം പരാതികൾ പരിഹരിക്കാൻ പ്രത്യേക ട്രിബ്യൂണൽ തന്നെ വേണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.